ഹായ് ഗസ്, അപ്പോൾ എല്ലാവർക്കും ഫൺ വിത്ത് മീഡിയ മറ്റു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗീസ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലെ കളിച്ചതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഗീസ്. ഇന്നലെ നമ്മൾ ക്രിക്കറ്റിൽ അടിച്ച് തകർത്ത് ഗീസ്. അങ്ങനെ കുറച്ച് റണ്ണ് ജയിക്കാനൊക്കെ അവർക്ക് പാകിസ്ഥാൻ്റെ കൂടെയാണ് ഗീസ് കളിച്ചത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊക്കെ കണ്ടിട്ടൊക്കെ കാണണം. ഇവിടെ എവിടെയെങ്കിലും കാണും ഗീസ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ആണ് ഗീസ് ഇപ്പം. Okay, and we have an electric crowd here that has been eagerly waiting for this monogamous chase to begin. First, ആദ്യ ബോൾ എറിയാനാണ് ഗസ്. ഫസ്റ്റ് ബുമ്മർ എറിയട്ടെ ഗസ്, അതാണ് നല്ലത്. നമുക്ക് 20 മിനിറ്റ് നീക്കി വയ്ക്കാൻ പറ്റും ഗസ്. ഇതുകൂടെ വെച്ചാൽ എന്നിട്ട് നമ്മുടെ ഫോഴ്സ് ആ നോന്ന് എഴുതിക്കുന്നുണ്ട്, നോ ബോളാവും ഗസ്. ഇവിടെ നമ്മളെ പ്ലാൻ മാറ്റാൻ പറ്റും. അല്ല Tremendous shot. The ball just lands inside the boundary. 4 runs. നമുക്ക് ജയിക്കാൻ 190 നമുക്ക് ഇത് മാറ്റി നല്ലൊരു ഫീൽഡിങ് ഓപ്പൺ വണ്ണ് മതി ഗസ്. ഇത് കിടക്കട്ടെ. ബുംറയാണ് ഗസ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓടൽ പിടിച്ചടി അല്ല ഗസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഇതുവരെ ചെയ്തില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ എന്തടാ ബോൾ നോക്കി ഒരു ക്യാച്ച് വരണം. പിടിക്കായിരുന്നു പിന്നെയും കുഴപ്പമില്ല. പിടിയാനായിട്ട് അറിയാവുന്ന നോബോളായിട്ട് പിന്നെ നമുക്ക് ഒരു റണ്ണ് കൂടും. ആ ബോൾ കൂട്ടില്ല ഗൈസ്. വിക്കറ്റ് ആയാലും ഔട്ടായിട്ട് കൂട്ടില്ല. അതാണ് നോ ബോളിൻ്റെ പ്രത്യേകത ഗൈസ്. ബോളാണേ. ചെറിയൊരു പരസ്യം വന്നു, അതൊക്കെ പോയി. അപ്പം നമ്മൾ സിറാജിന് കൊടുക്കാം ഗൈസ്. ഫാസ്റ്റ് ബോളായിരുന്നു. ഇത് ഷമിയാണെന്നാണ് ഗൈസ് കണ്ടിട്ട് തോന്നുന്നത്. സിറാജിൻ്റെ രീതിയിൽ അതേപോലെ ഒരുത്തിനും എടുക്കാൻ പറ്റും. അല്ല അങ്ങനെയൊന്നുമല്ല. അപ്പം ഷമി തന്നെ ഇരിക്കും ഗൈസ്. ഇത്ര നല്ല അടിപൊളിയായിട്ട് വിക്കറ്റ് എടുക്കണമെങ്കിൽ ഷമി തന്നെ ഇരിക്കും. തകർപ്പം ഗൈസ്. ഇത് സിറാജ് അല്ല ഗൈസ്, ഷമിയാണ്. മറ്റേ വെറും എസ് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതാണ് കുഴപ്പം. പിടി വെറുതെ എടുത്തങ്ങ് വീഴുകയാണ്. കുട്ടന്മാരാണ് ഗൈസ്. ഇവരെന്തൊരു കാണിക്കുന്നു, പുള്ളിയൊക്കെ ഇരിക്കുന്നു. ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുന്നു. പിടിയടാ. നമ്മളൊരു ഭയങ്കര കളിയാണ്. നമ്മളെ ആൾക്കാരെ ഫീൽഡ് കണ്ടിട്ടുണ്ട്. ചെമ്പിന് വേറെ നമുക്കൊരു എൽബി ഇവിടെ ചോദിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നേരെ അടിക്കും ഗേസ്. ഇതാണ് കുഴപ്പം. ഈടാ ബോളിനൊക്കെ പതുക്കെ വന്നുകൂടെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ പിടിക്കും? അമ്പയറൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്.
നമുക്ക് ഇപ്പുറത്ത് നിന്നറിയാം ഗൈസ്. സ്വിങ്ങാക്കിയൊക്കെയാണ് അറിയണം. ഇത് തന്നെ മതി. മോനെ ഇവന്മാർ ഇനി നമ്മൾ ഓളം ഉണ്ടാക്കും. അവനാണ് ശരിയല്ല. ബോളേന്ന് ഫോറടിച്ചിട്ടുണ്ട്. അയ്യേ പൊട്ടന്മാര് ഓലെ നില്ല്. അവന്മാര് 2 3 എത്ര ഓടി. ഈ ബോൾ ഇപ്പം അവന്മാർ അടിച്ചത് പോയില്ല. ഇത്രേ ഉള്ളൂ. ചിലവന്മാരൊക്കെ പൊട്ടന്മാരാണ്. അങ്ങോട്ട് ഓടിപ്പോയി. അയ്യേ ഈ പൊട്ടൊക്കെ എന്തൊരു കാണിച്ചോണ്ടിരിക്കുന്നു. ഒരു റണ്ണൂരും കൊടുക്കൂലായിരുന്നു. ഇവർ പൊട്ടന്മാരാണെന്നാണ് തോന്നുന്നത്. അടുത്ത ബോൾ ഇവിടെ തന്നെ വെച്ചോളൂ. Extraordinary effort by the fielder, but the shot was unstoppable and reached the boundary. ഈ ഫീൽഡിങ്ങിന് ഇവ ആണ് ശരിയല്ല. എന്തരാ പൊട്ടനെ പോലെയൊക്കെ നിൽക്കുന്നു. പൊട്ടനെ തന്നെ. നമുക്കിനി ഓപ്പൺ 2 ഫീൽഡിങ് കിട്ടോ കോൺഗ്രസ്. ബോളാണ് ബാക്കിലോട്ട് അടിക്കുന്ന സ്റ്റേഡിയം. ഇപ്പൊ നമുക്ക് രോഹിത്തിനാണ് ബോൾ അറിയാൻ കൊടുത്തിട്ടുള്ളത്. രോഹിത് ബാറ്ററാണ്, എന്നാലും ഒന്ന് ബോൾ അറിഞ്ഞു നോക്കട്ടെ. Tremendous shot. The ball just lands inside the boundary. 4 runs. ഓടണ്ടാ കിട്ടൂല. അത് പോയി. Extraordinary effort by the fielder, but the shot was unstoppable. Open 3 ടാ. എടാ ഈ പൊട്ട എന്തൊരു കാണിച്ച ഒരു ക്യാച്ച് വിട്ട്. കുഴപ്പമില്ല, 4 പോയില്ലല്ലോ. ഈ ഫീൽഡിങ് കൊള്ളാം. ബോളിങ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. സെറ്റാണ്. ഓപ്പൺ 3 ഫീൽഡിംഗ് ആണ് നമുക്ക് നല്ല ഫീൽഡിങ്. നമുക്കിനി ഒരു ക്യാച്ച് പറഞ്ഞ ബോൾ കിട്ടാം. ജയ്സ്വാള് വേണ്ട, നമുക്കൊരു സ്പിൻ ജഡേജയ്ക്ക് കൊടുത്തു നോക്കാം. ജഡേജയ്ക്ക് കൊടുക്കാം. സ്റ്റെമ്പ് പൊളന്നു. പക്ഷെ പിന്നല്ലേ പൊട്ടന്മാരാണ്. ഇവ നല്ലപോലെ ഫീൽഡ് ചെയ്യും. ബാക്കിയിരിക്കുന്ന ഋഷഭ് ഉണ്ടായിരുന്നു.
വിക്കറ്റ് ഔട്ട്. Right in front. That was a plump wicket. The batsman should be kicking himself for that. പാകിസ്ഥാനിനെ ഔട്ടാക്കി വിടുന്ന നല്ല ശരിയാണ്. ജഡേജാണ് ശരിയാണ്. അല്ല ശരിയാണ്. പക്ഷേ നിങ്ങൾ ലൈക്ക് അടിച്ചെന്നാണ് തോന്നുന്നത്. എന്നാലേ ജഡേജ് ഇതേപോലെ കളിക്കുള്ളൂ. അങ്ങനെ ദാ പോണു തോട്ടിൻ്റെ ഇടയിൽ. എന്തൊക്കെ അടിച്ചത് കണ്ടത്തിൻ്റെ ഇടയിൽ വരുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ടൊരു IPL ഉണ്ട്. എല്ലാം നമ്മൾ എന്തായാലും കളിക്കുന്നു. IPL-ലും പല പല കാര്യങ്ങൾക്ക് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. പിടിയടാ എടാ The ball just lands inside the boundary. 4 runs. നല്ലൊരു ഫീൽഡിങ്. ചില ആൾക്കാർ നല്ലൊരു ഫീൽഡിങ് ഇല്ല. Dumbo. Amati. Ambo. That's right to perfection. The ball is run off for 4 runs. Out. Out. It's no ball. കുഴപ്പമില്ല. നമുക്ക് ദുബൈക്ക് കൊടുക്കാം. ഓൾറൗണ്ടർ അല്ലേ ശിവൻ ദുബൈ. ഓക്കെ ചത്തില്ല. It's caught by the fielder, but the shot was unstoppable and reached the boundary. That is time to perfection. The ball is run off. ചില സമയത്തൊക്കെ നല്ലപോലെ ഫീൽഡിങ്, ചില സമയത്തൊക്കെ ഉറങ്ങിയിരിക്കും. അവന്മാർക്ക് 190 ജയിക്കാൻ. അവന്മാർ എത്രയൊന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല. ചില സമയത്ത് ഉണ്ടായി നല്ല അടിപൊളിയായിട്ടൊക്കെ ഫീൽഡ് ചെയ്യും. ചില സമയത്ത് നമുക്ക് IPL ഇവിടെ താമസിക്കാതെ വരും ഗൈസ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത IPL ആവാൻ ചാൻസ് കൂടുതലാണ്. ഹാർദിക് പാണ്ഡ്യ എറിയിട്ട് ഗൈസ് വിഷമിച്ചിരിക്കണേ എറിഞ്ഞില്ലെന്നൊക്കെ. ഓക്കെ ഗൈസ് നമുക്ക് അർഷദീപിന് കൊടുക്കണം. അതായിരിക്കും ലാസ്റ്റ് ഓവർ. സെക്കൻഡ് ലാസ്റ്റ് ഓവറാണ് ഗൈസ്. അങ്ങനെ ഇപ്പോഴും ശ്രദ്ധിച്ചത് സ്റ്റെമ്പൊന്ന് പറക്കണം. അമ്മോ എടാ പിന്നെ നോ ബോളാ. സൂക്ഷിച്ചും കണ്ടൊക്കെ എറിയടായിരുന്നു. നോ ബോൾ വെറുതെ എറിയാ. നോ ബോളൊക്കെ ഇങ്ങോട്ടാണ് ഉമ്മ അടിക്കുക ഗൈസ്. ഈ സ്റ്റേഡിയം ചെറിയ സ്റ്റേഡിയം ആണെന്നാണ് തോന്നുന്നത്. എന്തോ കുഴപ്പമുള്ള പോലെയൊക്കെ തോന്നുന്നു. ഓക്കെ ഈ ഓവറിൻ്റെ ലാസ്റ്റ് ബോളാണ് ഗൈസ്. ഓക്കെ ഗൈസ് അടുത്ത ലാസ്റ്റ് ബോളാണ് ഗൈസ്. ഇത് നമ്മളിന്ന് തകർക്കും. എടാ പൊട്ടാ പോയി എറാ ബോളങ്ങോട്ട്. അവന്മാര് പക്ഷെ ഓടിയില്ല ഗൈസ്. ഒറ്റ റണ്ണി നോ ബോൾ. ഇനി നമ്മൾ ഒരു നോ ബോളിനും കൊടുക്കില്ല ഗൈസ്. ഫുള്ള് സൂക്ഷിച്ചും കണ്ടാക്കിയിരിക്കുകയാണ്.
കുറച്ച് സ്ലോ ബോൾ ആയപ്പോൾ Tremendous shot. The ball just lands inside the boundary. 4 runs. അർഷദീപിനെ കൊണ്ടുവന്നു ബെസ്റ്റ് അമ്മ അവിടെ ഫീൽഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാവിടെ ശരിയല്ല എന്തിനാണ് ഔട്ട് കൊടുക്കാത്തുണ്ട്. ബിഗ് ബയ്യ എന്തായാലും ഔട്ട് 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 അർഷദീപിന് കൊടുക്കാന്ന് പറഞ്ഞ കാരണം അടിക്കണ്ടായിരുന്നു. അയ്യേ ഈ മണ്ട ശിരോമണികളൊക്കെ ലാസ്റ്റ് ബോൾ കളി തീർന്നു. ഇന്ത്യ ജയിച്ചു. What a match. The victory is theirs. The team deserves the triumph. രോഹിത് 17 കോടി 58, ശിവാജി 16 കോടി 51, വിരാട് 50, 3 ഹാഫ്. ബോളിങ്ങിൽ അവന്മാരെ ബോളിംഗ് ഇന്ത്യയുടെ ബോളിംഗ് നമ്മൾ ഏതൊക്കെ ടീം കളിക്കണം നിങ്ങൾ പറയണം. എന്നാൽ അത് കളിക്കുന്നതായിരിക്കും.